നമ്മുടെ പുതിയ ആറുവരിപ്പാതയിൽ എക്സിറ്റ് ഉള്ള ഭാഗത്ത് കൂടെ എൻട്രി ആകുന്നതും എൻട്രി ഉള്ള ഭാഗത്ത് കൂടെ എക്സിറ്റ് ആകുന്നതും സ്ഥിരം കാഴ്ചയാണ്. പല ഭാഗത്തും ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അപകടം കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഒന്നെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യുന്ന ആളുകൾക്ക് കർശനമായിട്ടുള്ള ഫൈന് ഈടാക്കണം, എങ്കിൽ ആദ്യം പിടിക്കപ്പെട്ടാൽ 3 മാസത്തേക്ക് ലൈസൻസ് കട്ടാക്കുക. വീണ്ടും ആവർത്തിക്കുക എന്നുണ്ടെങ്കിൽ ലൈസൻസ് ആജീവാനന്ദം കട്ട് ചെയ്യുകയും ഭീമമായിട്ടുള്ളൊരു സംഖ്യ ഫൈൻ എഴുതി കൊടുക്കുകയും ചെയ്യും. ഏതായാലും കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. NHAയും അതേപോലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൂടി ആലോചിച്ചിട്ട് ഈ ഒരു എക്സിറ്റും എൻട്രിയിലൂടെ ഇങ്ങനെ അതിക്രമിച്ച് കയറുന്ന ആളുകൾക്ക് എതിരെ ഒരു നടപടി കർശനമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുതിയ ആറുവരിപ്പാതയിൽ. നടപടികൾ കർശനമാകുമ്പോൾ ഒരു പരിധി വരെ ഇത് കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു പ്രത്യേക ക്യാമറ വെച്ചിട്ട് എക്സിറ്റും എൻട്രിയും ഈ ഒരു തെറ്റിച്ച് കയറുന്ന ആളുകൾക്കെതിരെ ഫൈൻ ഈടാക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഖജനാവ് നിറയും ചെയ്യും. ഇത്രക്കും ആളുകളാണ് പല ഭാഗത്തും എക്സിറ്റും എൻട്രിയിലൂടെ അതിക്രമിച്ച് കയറുന്നത്. ഏതായാലും NHA ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ കർശന നടപടികളൊക്കെ ഇപ്പം തന്നെ എടുക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയിലുള്ള ആൾക്കാരെങ്കിലും കറക്റ്റായിട്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിക്കാൻ തുടങ്ങും. അപ്പോൾ മാറ്റങ്ങൾ വരണം.